നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന കൊച്ചാണ് പൈങ്കിളിയെ. ഇപ്പൊ ഉറക്കമില്ല, കുറുന്തോട്ടിക്ക് വാദം പിടിച്ച പോലെ ആയി ഇപ്പം. അതാണ് ഞാനും ആലോചിക്കുന്നത്. അമ്മ പറയണതേ ആരോ കണ്ണു വെച്ചിട്ടാണ് ഉറങ്ങാൻ പറ്റാത്തതെന്നാണ്. പ്രശ്നമാണ് എന്താ പ്രശ്നം? പൈങ്കിളിയെ ലൈറ്റ് ആയിട്ട് പിച്ചുമ്പയൊക്കെ പറഞ്ഞു തുടങ്ങി. പിച്ചുമ്പയോ? ഓ, എന്താന്ന് പറഞ്ഞു? അവളെന്നെ കളവാന്ന് വിളിച്ചു. അത് പിച്ചുമ്പയോ അല്ലടാ, അതാ ചെറുതായിട്ട് നരച്ചു തുടങ്ങിയല്ല. അത് മാത്രമല്ല അളിയ, അവള് തുണിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ബാസ്ക്കറ്റ് ഇല്ലേ, ബാസ്ക്കറ്റിനടുത്ത് പറയണ മുത്തച്ഛി മാറിയിക്കേ. മാറിയിക്കാനോ? ഓ, അപ്പം പ്രശ്നമായടാ, ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടി വരും. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അവളെന്നെ കളവാന്ന് വിളിച്ചത്. എടേ അവക്ക് പ്രശ്നമായിരുന്നു. ഇപ്പൊ എനിക്ക് ഉറപ്പായി. എന്തോന്ന് ഉറപ്പായി? എന്റെ പൊന്നായിട്ട് ആക്ടിങ് ഇവളെന്തോ സാധിച്ചെടുക്കാൻ വേണ്ടിയുള്ള നാടകമല്ലേ കാണിക്കുന്നത്. അതിന് ഭ്രാന്ത് പിടിച്ചിട്ടില്ല ആക്ട് ചെയ്യാൻ പോണത്. പോടാ. എന്റെ ബലമായ സംശയം ഇവള് ജോലിക്ക് പോകാതിരിക്കാനുള്ള നമ്പരാണെന്നാ. അളിയ ഇനി ഇവൻ പറഞ്ഞ പോലെ ആയിരിക്കുമോ? അതാണ് അവൾ ആശുപത്രി വിളിച്ചിട്ട് വരണമില്ല. അത് അവൾ സ്വന്തം ഇഷ്ടത്തിനല്ലേ ജോലിക്ക് പോയത്. സ്വന്തം ഇഷ്ടത്തിനാണ് ജോലിക്ക് പോയത്. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് അവൾക്ക് വലിയ പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ല മുത്തച്ഛി. ആരെങ്കിലും ഒന്ന് പോകണ്ടെന്ന് അവൾ അപ്പം നടത്തും. അല്ല, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ. അങ്ങനെയാണെങ്കിൽ എന്റെ ബലമായ സംശയം മാടനായിരിക്കും എന്നാ. മുത്തച്ഛിക്ക് പിന്നെ ഇക്കിലോട്ട് മോളോട്ട് എന്ത് വന്നാലും മാടന്റെ ശല്യമാണല്ലോ. എടാ, മാടൻ വലിയ പ്രശ്നക്കാരനാ, നിനക്ക് അറിഞ്ഞൂടാഞ്ഞിട്ടാ. എന്റെ പൊന്നച്ചമ്മ മാടനൊക്കെ റിട്ടയർ ചെയ്തിട്ട് കുറെ കാലമായി. അത് ഞാൻ പറഞ്ഞ എന്റെ സംഭവം മാടന്റെ ശല്യമാണ്. അളിയ വാളെ എനിക്കൊന്നും അറിഞ്ഞൂളിയ. അഭിനയം പിന്നെല്ലാം എന്തോ. എടാ ഒറ്റയ്ക്ക് ഒളിച്ചിരിച്ചെന്നിരുന്ന് ചിരിച്ചിട്ടെന്ന് അഭിനയിക്കേ. അവിടെ ചിരി കേട്ടിട്ട് ആരെങ്കിലും വരും, നമുക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളിങ്ങനെ ഇവിടെ ഇരുന്ന് രഹസ്യം പറയാതെ അങ്ങോട്ട് പോയി നോക്കാം എന്താണെന്ന്. മക്കളെ എന്താ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കണേ? അല്ല ചേട്ടാ, ഞാൻ എന്റെ കാര്യം തന്നെ ആലോചിച്ച് ചിരിച്ചതാണ്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. എന്റെ അഹങ്കാരം കൊണ്ട് എനിക്കത് കിട്ടിയത്. എപ്പോ കിടന്നാലും ഉറങ്ങാൻ എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ? എടി കിളി, എടി കുറ്റബോധം തോന്നുമ്പോ സാധാരണ ആൾക്കാർ കരയല്ലേ ചെയ്യണത്. എന്റെ അളിയ നീ മിണ്ടരുത് മോളെ. നീ ഈ മാടനെങ്ങാണ് സ്വപ്നം കണ്ടോ? ഇല്ല അച്ഛമ്മ. എന്തേ? പിന്നെന്താണ് നിനക്ക് ഉറക്കം വരാത്തെ? അതെ, ജോലി ഭാരമാണെന്ന് തോന്നുന്നു അച്ഛമ്മ. എനിക്ക് അറിഞ്ഞൂടെ എന്താ അത്. ഇപ്പൊ എന്തോ ആയി? ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ രണ്ടിന്റെ അടുത്തും. എടാ കൺഫേം ചെയ്യാൻ വേണ്ടി വരട്ടടാ. സുമേ മോനെ നീ വന്ന് വാടാ. ചെല്ലടാ. ഇപ്പൊ എന്തായി മനസ്സിലായോ എന്നൊക്കെ പറയുന്നു. അവള് കിളി പറഞ്ഞ് നിക്കണ്ട, നീ പോട്ടാ. ചുമ്മാതാളിയാ അവളുടെ നാടകം പൊളിക്കാൻ നോക്കിട്ട് അവൾ എന്നെ അടിച്ചത്. അവളെ കള്ളി, ഇവിടെ നാടകം അഭിനയം. നിന്നെ പൈങ്കിളി അല്ല അടിച്ചത്, പിന്നെ ആര്? മാടൻ. ഇവിടെ എന്തോടാ പ്രശ്നം? അതെ, പൈങ്കിളിക്ക് ഉറക്കമില്ലാതെ ചെറിയൊരു ലൂസായ എന്തോ അങ്ങളെ അങ്ങളെ നമുക്കൊരു പൊളി പൊളിക്കണ്ടേ? പൊളിക്കണം. എനിക്കിപ്പോ ഇഷ്ടംപോലെ സമയം ഉറക്കമൊന്നും ഇല്ല. എടേ ഇത് പിള്ളേരുകളെയല്ല കണ്ടോ, ഇത് കൊച്ചു കാര്യമല്ല ഇത്. എന്റെ പൊന്നുകളെ ഇത് അഭിനയോ? ഞാൻ അപ്പഴേ പറഞ്ഞില്ല ഇവള് നാടകമാ. നാടകവള് നീ ഒരു കാര്യം ചെയ്യണത്തമ്മ, ആ രാകേഷ് ജോലിസരെ ഒന്ന് പോയി കാണാം. കണ്ടിട്ട് വാ. ഞാൻ ഇവിടെ ആക്കിയിട്ട് പോയി കാണാം. പ്രശ്നമാണല്ലോ, ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവം നടക്കും.